വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഗുജറാത്തിൽ നിന്ന് സ്റ്റേറ്റ് റിസർവ് പോലീസ് ഫോഴ്സിന്റെ 8 കമ്പനികളെ വിന്യസിച്ചതിനെ ചോദ്യം ചെയ്ത് ആം ആദ്മി പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി തിരഞ്ഞെടുപ്പിന് SRPFനെ വിന്യസിക്കുന്നത് സംബന്ധിച്ച് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സായുധ വിഭാഗം ഓഫീസ് പുറത്തിറക്കിയ സർക്കുലറും അരവിന്ദ് കെജ്രിവാൾ എക്സിൽ പങ്കുവച്ചു. ഗുജറാത്ത് പോലീസിന്റെ ഈ ഉത്തരവ് വായിക്കൂ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചാബ് പോലീസിനെ ദില്ലിയിൽ നിന്ന് നീക്കി ഗുജറാത്ത് പോലീസിനെ വിന്യസിച്ചു. എന്താണ് നടക്കുന്നത്? എക്സിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചത്. നേരത്തെ കെജ്രിവാളിന്റെ സുരക്ഷയ്ക്ക് വിന്യസിച്ചിരുന്ന പഞ്ചാബ് പോലീസുകാരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം പിൻവലിച്ചിരുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നായിരുന്നു കെജ്രിവാൾ പറഞ്ഞത്. വ്യക്തി സുരക്ഷയുടെ കാര്യത്തിലെങ്കിലും രാഷ്ട്രീയം പാടില്ലെന്നും കെജ്രിവാൾ പറയുകയുണ്ടായി. അതേസമയം ഡൽഹി പോലീസിന്റെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിർദ്ദേശത്തെ തുടർന്നാണ് കെജ്രിവാളിന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന സംസ്ഥാന പോലീസിനെ പിൻവലിച്ചതെന്ന് പഞ്ചാബ് DGP ഗൗരവ് യാദവ് പറഞ്ഞു. ജനുവരി 13-നാണ് ഗുജറാത്ത് SRPF യൂണിറ്റുകൾ ഡൽഹിയിൽ എത്തിയത്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ അവകാശവാദങ്ങൾക്ക് മറുപടിയുമായി BJP നേതാവും ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയുമായ ഹർഷ് സംഘവി രംഗത്ത് വന്നു. രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സേനകളും ഡൽഹിയിൽ വിന്യസിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഗുജറാത്തിനെ മാത്രം പ്രത്യേകം പരാമർശിച്ചത് എന്നായിരുന്നു ഹർഷ് സംഘവിയുടെ പ്രതികരണം. കെജ്രിവാളിനെ ജാൻ സബാസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. കെജ്രിവാൾജി, ഒരു മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാത്തതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. ഗുജറാത്ത് മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സേനയെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ഒരു പതിവ് നടപടിക്രമമാണ് എന്നും കമ്മീഷന്റെ അഭ്യർത്ഥന പ്രകാരം ഗുജറാത്തിൽ നിന്നുള്ള 8 കമ്പനി SRPയെ ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വീറും വാശിയുമായി ഓരോ ദിവസവും രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം വിമർശിച്ചുകൊണ്ട് രംഗത്തു വരികയാണ്. ഇതിനിടയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി AAP രാജ്യതലസ്ഥാനത്ത് 3ാമതും അധികാരത്തിലെത്തുമെന്ന് മുതിർന്ന പാർട്ടി നേതാവും രാജ്യസഭാ MPയുമായ സഞ്ജയ് സിംഗ് പറഞ്ഞത് മറ്റു പാർട്ടികളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിക്കായുള്ള വികസന പദ്ധതികൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ രൂക്ഷമായ വിമർശനവും അദ്ദേഹം നടത്തി. മാത്രമല്ല, വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 70 നിയമസഭാ സീറ്റുകളിൽ 60-ലധികം സീറ്റുകൾ നേടി AAP അധികാരത്തിലെത്തുമെന്നും സഞ്ജയ് സിംഗ് അവകാശപ്പെടുന്നുണ്ട്. മോദിയും BJPയും തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവർക്ക് ഡൽഹിയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ല. BJPക്ക് രാജ്യ തലസ്ഥാനത്തിന്റെ വികസനത്തെക്കുറിച്ച് യോജിച്ച പദ്ധതിയില്ല. പകരം പൊള്ളയായ വാഗ്ദാനങ്ങളിലും വിചിത്രമായ പദ്ധതികളിലുമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവർക്ക് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയില്ല. അവർക്ക് സ്കൂളുകളോ ആശുപത്രികളോ നിർമ്മിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധി സത്യസന്ധതയില്ലാത്ത നേതാവാണെന്ന് ആരോപിച്ച് AAP പുറത്തിറക്കിയ പോസ്റ്ററിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് അഴിച്ചുവിട്ടത്. മോദി, അമിത്ഷാ എന്നിവർക്ക് പുറമെ സന്ദീപ് ദീക്ഷിത്, അജയ് മാക്കൻ എന്നിവരെയും AAPയുടെ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ AAPയുമായി സഖ്യമുണ്ടാക്കിയത് അബദ്ധമായി പോയെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് അൽക ലംബയുടെ പ്രതികരണം. ഡൽഹിയിലെ 70 നിയമസഭാ സീറ്റുകളിലേക്കും ഫെബ്രുവരി 5-ന് വോട്ടെടുപ്പ് നടക്കും. ഫെബ്രുവരി 8-നാണ് വോട്ടെണ്ണൽ.